KP കനാലിൽ മാലിന്യം കുന്നുകൂടുന്നു. മാവേലിക്കര കുന്നത്തൂർ താലൂക്കുകളിലൂടെ കടന്നുപോകുന്ന കനാലിന്റെ ഭാഗങ്ങളിലാണ് മാലിന്യം കുന്നുകൂടുന്നത്. മാലിന്യം നീക്കം ചെയ്യാതെ കനാലിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുക മാത്രം ചെയ്ത് ജലം തുറന്നുവിട്ടതാണ് മാലിന്യം കുന്നുകൂടാൻ കാരണമായത്. കുന്നത്തൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകളിലൂടെ കടന്നുപോകുന്ന KP കനാലിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മാലിന്യം കുന്നുകൂടുന്നത്. മാവേലിക്കര താലൂക്കിലെ വള്ളികുന്നം പടയണിവട്ടം ജംഗ്ഷന് വടക്ക് ഭാഗത്ത് വൻതോതിലാണ് മാലിന്യം കൂടിയിട്ടുള്ളത്. ഒഴുകിയെത്തുന്ന മാലിന്യം കനാലിലെ കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വലയിൽ തട്ടിയാണ് കുന്നുകൂടുന്നത്. ഇറച്ചി അവശിഷ്ടങ്ങളും ആഹാരാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ വലയിൽ അടിയുന്ന സ്ഥിതിയുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നു. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളത്തിന്റെ ഒഴുക്കും തടസ്സപ്പെടുന്നുണ്ട്. ഇതോടെ ഭൂരിഭാഗം കനാലുകളിലും വെള്ളം എത്താത്ത സാഹചര്യവുമുണ്ട്. ചിലയിടങ്ങളിലാകട്ടെ ജലക്ഷാമവും രൂക്ഷമാണ്. വള്ളികുന്നത്ത് മാലിന്യം കനാലിലൂടെ ഒഴുകിയെത്തുന്നത് തടയാൻ പള്ളിമുക്ക് ഭാഗത്ത് ഇരുമ്പ് വല സ്ഥാപിച്ചിരുന്നു. ഇതാകട്ടെ 3 വർഷം മുമ്പ് തകർന്നു. 2 വർഷം മുമ്പും മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട കനാൽ കരകവിഞ്ഞൊഴുകിയിരുന്നു. വെള്ളത്തിനൊപ്പം മാലിന്യവും വീടുകളുടെ മുറ്റത്തും പറമ്പിലും നിറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷവും ശുചീകരണം നടത്താതെയാണ് കനാൽ തുറന്നുവിട്ടത്. ഇതോടെ പള്ളിവിള ഭാഗത്ത് മാലിന്യം കുന്നുകൂടി വെള്ളം കെട്ടിക്കിടന്ന 4 സ്ഥലങ്ങളിൽ കനാൽ ചോർന്ന സമീപത്തെ വീടുകളിലേക്കും ഓച്ചിറ താമരക്കുളം റോഡിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുൻപ് കനാൽ വൃത്തിയാക്കിയിരുന്നത്. 2 വർഷമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കനാൽ ശുചീകരണത്തിന് അനുമതിയില്ല. ജനുവരിയിൽ ഭാഗികമായി മാത്രമാണ് ഇത് ശുചീകരിച്ചത്. കനാലിലെ കാടുൾപ്പെടെ നീക്കം ചെയ്തിട്ടുമില്ല. പല ഭാഗങ്ങളിലും കനാലുകളിൽ കുറ്റിക്കാടുകൾ വളർന്ന നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.